ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓലയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന MooOS 4ൻ്റെ ബീറ്റ വേർഷൻ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓല ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 15-ാം തീയതി റോൾ ഔട്ട് ചെയ്യുന്ന ബീറ്റ വേർഷൻ. അപ്പോൾ അതേപോലെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ കുറേ കാര്യങ്ങളാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് അതേ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ വീഡിയോയിൽ പോകുന്ന മുന്നേയായിട്ട് എല്ലാ തവണയും പറയാറുള്ള പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. ഞാൻ അത് അറിയാവുന്ന ആൻസേഴ്സ് ആണ് അതിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഓലയുടെ MooOS 4 നമുക്ക് ഗൂഗിളിൽ അടിക്കുക. എന്നിട്ട് അവിടെ വെബ്സൈറ്റിലേക്ക് പോവുക. അതായത് ഓലയുടെ ഒഫീഷ്യൽ MooOS 4ൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് പോവുക. അതിൽ നമുക്ക് പോയിട്ട് റിക്വസ്റ്റ് MooOS 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് OTP വരും. അങ്ങനെ OTP ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു കൺഫർമേഷൻ വരുന്നതാണ്. അപ്പോൾ അതിൽ വന്നതിന് ശേഷം അവർ വെരിഫൈ ചെയ്തിട്ട് എല്ലാ ആൾക്കാർക്കും അത് കൊടുക്കുന്നില്ല. അപ്പോൾ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എലിജിബിലിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് വരുന്നതാണ്. ബാക്കി ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും കൊടുക്കാത്തതുകൊണ്ട് ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓലയുടെ ഭാഗത്ത് നിന്ന് ഓരോ അപ്ഡേറ്റ്, അതായത് MooOS 3 ഇറങ്ങിയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. അവർ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആക്സസ്. അതിനുശേഷം അതെല്ലാം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ശേഷം അത് സ്റ്റേബിൾ അപ്ഡേറ്റ് ഇറക്കിയ സമയത്ത് മാത്രമാണ് എല്ലാ ആൾക്കാർക്കും ആക്സസ് കൊടുത്തത്. അതുപോലെ തന്നെയാണ് അവർ MooOS 4 ചെയ്യുന്നത്. കാരണം ലിമിറ്റഡ് ആൾക്കാർക്ക് ആക്സസ് കൊടുത്ത് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ റിവ്യൂ ചെയ്ത് ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് സ്റ്റേബിൾ അപ്ഡേറ്റ് ഇറക്കുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം മാത്രം എല്ലാ ആൾക്കാർക്കും അത് ആക്സസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അവർ MooOS 4 പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ അന്വേഷണം അറിയാൻ സാധിച്ചത് നവംബർ അവസാനത്തോടെ MooOS 4ൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇറക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഉടനെ തന്നെ അപ്ഡേറ്റ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം MooOS 3 എന്നുള്ള നല്ല സ്റ്റേബിളായിട്ട് നല്ല പെർഫോമിംഗ് ഒരു അപ്ഡേറ്റ് തന്നെ ആയിരുന്നു അത്. അപ്പോൾ അതിനുശേഷം MooOS വന്നപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ഫീച്ചേഴ്സും ഓലയിൽ കണ്ടു, അതായത് MooOS 4 കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. MooOS 4 എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉള്ളതെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ എൻ്റെ ചാനലുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ട ശേഷം അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിലുള്ളതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചാനലിൽ ഐ ബട്ടണിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ അപ്ഡേറ്റ്സിൽ എന്താ വരാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് MooOS 3 ഇറങ്ങിയപ്പോൾ അവർ കുറേ ഫീച്ചേഴ്സ് പറഞ്ഞു. പക്ഷേ അതിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നപ്പോൾ അത്രയും ഫീച്ചേഴ്സ് അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. കൂടാതെ നിങ്ങൾക്ക് പുതിയൊരു മോഡ് ആഡ് ചെയ്തു, അതായത് പാർട്ടി മോഡ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ MooOS 3 അനൗൺസ് ചെയ്തപ്പോൾ പാർട്ടി മോഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നപ്പോൾ പാർട്ടി മോഡ് എനേബിൾ ചെയ്തു. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ചിലപ്പോൾ മാറ്റം വരാം, അതിലൊന്നും കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും കുറച്ച് ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നവംബർ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് കൺഫേംഡ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഓല റിലേറ്റഡ് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ എൻ്റെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇൻ കേസ് അതിൻ്റെ ടെസ്റ്റിംഗ് വേർഷൻ, അതായത് ബീറ്റ വേർഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടിയില്ല, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ഉണ്ട്. അതായത് നമുക്കൊരു മെയിൻ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നമ്മൾ ഇൻ കേസും ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MooOS 3 നിന്ന് ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ 3ലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുഴപ്പം അതിനകത്തുണ്ട്. അത് പ്രത്യേകിച്ച് വാണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് MooOS 4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബഗ്സ് ഇൻ കേസ് അല്ല, എന്തായാലും ബഗ്സ് ഉണ്ടാവും. കാരണം അത് ബീറ്റ വേർഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കുറേ ബഗ്സ് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അത് ഓല പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓല എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു എൻഡ് യൂസറിൻ്റെ പോയിന്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. കാരണം നമ്മളിപ്പോൾ നമുക്ക് താല്പര്യമില്ല. അപ്പം നമ്മൾ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തു, കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ നമുക്ക് ഇഷ്യൂസ് വന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഓല അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വൺസ് അപ്ഡേറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, അത് മറക്കരുത്. അപ്പോൾ മാക്സിമം വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കാരണം അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓല എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കലും ചെയ്യില്ലെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ പേഴ്സണലി ഞാൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബീറ്റ വേർഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വണ്ടി എടുത്തത് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പേഴ്സണലി പറയില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ എൻ്റെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ MooOS 4 നല്ല കാര്യങ്ങളായ ചേഞ്ചസ് ആണ് ഓല കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അതിൽ പുതിയൊരു സ്റ്റേബിൾ വേർഷനിൽ ഉണ്ടായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഓല നമ്പർ 1 തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്പർ 1 തന്നെയാണ് ഓല. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ 1 പൊസിഷനിൽ നിന്ന് അവർക്ക് നിൽക്കാൻ പറ്റും, കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ഉള്ള ആർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. മിക്കവർക്ക് അറിയില്ല, അതാണ് സത്യം.
കാരണം എൻ്റെ അടുത്തും കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ് എന്നാണ് ബീറ്റ വേർഷൻ ഇറങ്ങുന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡേറ്റ്, സെപ്റ്റംബർ 15 റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.